നമസ്കാരം. ഞാൻ രതി. 1001 രാത്രികളിലെ 8ാമത്തെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. കുടത്തിലടച്ച ഭൂതത്തിന് മുക്കുവൻ പറഞ്ഞുകൊടുത്ത കഥ. കഥ യുനാൻ രാജാവും മന്ത്രിയും വൈദ്യനും. പണ്ട് ഫാർസ് എന്നൊരു രാജ്യത്ത് യുനാൻ എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു. സമ്പത്തും പ്രതാപവും സേനാബലവും ഒക്കെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തരം കുഷ്ഠരോഗം ബാധിച്ചു. പേരെടുത്ത വൈദ്യന്മാരൊക്കെ അദ്ദേഹത്തെ ചികിത്സിച്ചു. ലേഹ്യവും കുഴമ്പും ഗുളികയും ഒക്കെ പരീക്ഷിച്ചു നോക്കി. പക്ഷേ രോഗം ഒട്ടും ഭേദമായില്ല. അങ്ങനെയിരിക്കെ അയൽനാട്ടിൽ നിന്നും റയാൻ എന്നു പേരുള്ള ഒരു വൈദ്യൻ ആ രാജ്യത്തെത്തി. റയാൻ വെറുമൊരു വൈദ്യൻ മാത്രമായിരുന്നില്ല. ജ്യോതിഷത്തിലും തത്വശാസ്ത്രത്തിലും ഭയങ്കര നിപുണനായിരുന്നു. ഗ്രീക്ക്, പേഴ്സ്യൻ, ലാറ്റിൻ, സിറിയക്ക് എന്ന് വേണ്ട അത്തരത്തിലുള്ള ഒരുവിധം ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം എല്ലാത്തരം ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഗുണങ്ങളെക്കുറിച്ചും പ്രയോഗവിധിയെക്കുറിച്ചും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. റയാൻ ഫാർസ് നഗരത്തിൽ വന്ന് 4-5 ദിവസങ്ങൾക്കുള്ളിൽ രാജാവിൻ്റെ രോഗവിവരത്തെക്കുറിച്ച് അദ്ദേഹം കേട്ടറിഞ്ഞു. ചികിത്സകളൊന്നും ഫലിക്കുന്നില്ലെന്നും മനസ്സിലാക്കി. 30 നാഴിക നേരം ഏകാഗ്ര ചിത്തയിലാണ്ടിരുന്ന വൈദ്യൻ പിറ്റേ ദിവസം രാവിലെ വിശിഷ്ട വസ്ത്രങ്ങളണിഞ്ഞ് രാജസന്നിധിയിലെത്തി. യുനാൻ രാജാവിന് സർവൈശ്വര്യങ്ങളും ആശംസിച്ചിട്ട് നിലം തൊട്ടു വണങ്ങി താൻ ആരാണെന്നറിയിച്ചു. തിരുമനസ്സിലെ രോഗവിവരം ഞാൻ മനസ്സിലാക്കി. വൈദ്യന്മാരൊക്കെ പരാജയപ്പെട്ടെന്നും കേട്ടു. മരുന്ന് ഉള്ളിൽ കഴിക്കാതെയും പുറത്തു പുരട്ടാതെയും ഞാൻ അങ്ങയെ സുഖപ്പെടുത്താം. രാജാവ് അത്ഭുതം കൂറി. അതെങ്ങനെ? നിങ്ങൾ പറയുന്നത് വാസ്തവമെങ്കിൽ നിങ്ങളെ എൻ്റെ ഉറ്റമിത്രമായി ഞാൻ സ്വീകരിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ സന്തതി പരമ്പരകൾക്കും സുഖമായി കഴിയാനുള്ള വക ഞാൻ സമ്മാനമായി നൽകും. അല്ലാഹുവാണേ സത്യം. ഞാൻ വീൺവാക്ക് പറയുന്നതല്ല. ഒട്ടും വേദനയില്ലാതെ അങ്ങയെ സുഖപ്പെടുത്താൻ എനിക്ക് കഴിയും. അങ്ങനെയെങ്കിൽ കഴിവതും വേഗമാകട്ടെ. എപ്പോഴാണ് ചികിത്സ തുടങ്ങുന്നത്? രാജാവ് ധൃതി കൂട്ടി. നാളെ തന്നെ. റയാൻ കൊട്ടാരത്തിന് പുറത്തുള്ള ഒരു വീട്ടിലിരുന്ന് തൻ്റെ ഗ്രന്ഥങ്ങൾ നിരത്തിവെച്ച് പരിശോധിച്ചു. അതിൽ പറഞ്ഞിട്ടുള്ള ഔഷധ സത്തുക്കൾ തയ്യാറാക്കി. ഒരു തടി തുറന്ന് പന്താട്ടക്കോലുണ്ടാക്കി അതിനുള്ളിൽ ഔഷധ സത്തുക്കൾ നിറച്ചു. അതുപോലെ ഒരു പന്തും ഉണ്ടാക്കി. പിറ്റേന്ന് കൊട്ടാരത്തിൽ ചെന്ന് രാജാവിൻ്റെ മുന്നിൽ നിലം തൊട്ട് വണങ്ങി രാജാവിനോട് കുതിരപ്പുറത്ത് കയറി മൈതാനത്തിലേക്ക് എഴുന്നള്ളാൻ നിർദ്ദേശിച്ചു. രാജാവ് മന്ത്രിമാരാലും സാമന്തന്മാരാലും അനുഗതനായി അവിടെ ചെന്നു. അപ്പോൾ റയാൻ പറഞ്ഞു, ഈ പന്താട്ടക്കോലുകൊണ്ട് അങ്ങ് പന്ത് തട്ടണം. 2 കൈകളും ശരീരവും നല്ലതുപോലെ വിയർക്കുന്നതുവരെ കളിക്കണം. വിയർക്കുമ്പോൾ ചികിത്സ ഫലിച്ചു തുടങ്ങും. എന്നിട്ട് കൊട്ടാരത്തിൽ ചെന്ന് കുളിക്കുക. രോഗം മാറും. അങ്ങയ്ക്ക് സ്വസ്തി ഭവിക്കട്ടെ. യുനാൻ രാജാവ് പന്താട്ടക്കോൽ കയ്യിലെടുത്തു. ഭടന്മാർ കുതിരപ്പുറത്തിരുന്ന് പന്തെറിഞ്ഞു കൊടുത്തു. രാജാവ് വിയർക്കുവോളം പന്തിന് പിന്നാലെ പാഞ്ഞു. ശരീരം വിയർത്തപ്പോൾ വൈദ്യൻ നിർദ്ദേശിച്ചതുപോലെ കൊട്ടാരത്തിൽ ചെന്ന് കുളി കഴിഞ്ഞ് ഉറങ്ങി എണീറ്റപ്പോൾ രോഗലക്ഷണങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ വൈദ്യൻ കൊട്ടാരത്തിൽ ചെന്നു രാജാവിനെ പ്രണമിച്ചു. സന്തോഷം കൊണ്ട് മതിമറന്ന രാജാവ് റയാനെ വാരിപ്പുണർന്ന് തൻ്റെ സമീപത്തിരുത്തി. പരിചാരകർ കൊണ്ടുവന്ന ഭക്ഷണം രാജാവ് തന്നെ അദ്ദേഹത്തിന് വിളമ്പിക്കൊടുത്തു. വിലപിടിച്ച നിരവധി സമ്മാനങ്ങൾക്കും പട്ടുകുപ്പായങ്ങൾക്കും പുറമെ 2000 ദിനാർ സ്വർണ്ണ നാണയങ്ങളും കൊടുത്താണ് വൈദ്യനെ യാത്രയാക്കിയത്. മന്ത്രശാലയിൽ വെച്ച് രാജാവ് വൈദ്യനെ മുക്തകണ്ഠം പുകഴ്ത്തി. ഉള്ളിൽ മരുന്ന് തരാതെ അയാളെൻ്റെ രോഗം ഭേദമാക്കി. അതിശയം തന്നെ. അയാൾക്ക് എന്ത് പ്രതിഫലം കൊടുത്താലും അധികമാവില്ല. അടുത്ത ദിവസം രാജാവ് റയാനെ സഭയിലേക്ക് വിളിപ്പിച്ചു. മന്ത്രിമാരും സാമന്തന്മാരും പൗരപ്രമുഖരും നിറഞ്ഞ സഭയിൽ അദ്ദേഹം വൈദ്യനെ മുക്തകണ്ഠം പുകഴ്ത്തി. തന്നോടൊപ്പം ഇരുത്തി ഊട്ടുകയും ചെയ്തു. ഒപ്പം നിരവധി പാരിതോഷികങ്ങളും അംഗവസ്ത്രങ്ങളും 1000 ദിനാറും കൊടുത്തു. യുനാൻ രാജാവിൻ്റെ മന്ത്രിമാരിൽ എപ്പോഴും ദുർമുഖവുമായി നടക്കുന്ന ഒരു അസൂയാലു ഉണ്ടായിരുന്നു.
രാജാവും വൈദ്യനും തമ്മിലുള്ള അടുപ്പം അയാൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അസൂയയില്ലാത്ത മനുഷ്യരില്ല. ശക്തൻ അത് പുറത്തു കാണിക്കും, ദുർബലൻ ഒളിച്ചു വയ്ക്കും എന്നാണല്ലോ പ്രമാണം. അസൂയക്കാരനായ മന്ത്രി രാജാവിനെ സമീപിച്ച് താണു വണങ്ങിയിട്ട് പറഞ്ഞു, ഉദാരശീലനായ മഹാരാജാവേ, അനർഹരായവർക്ക് പോലും സമ്മാനങ്ങൾ കോരിച്ചൊരിയുന്ന അങ്ങയോട് ഈയുള്ളവന് ഒരു എളിയ നിർദ്ദേശമുണ്ട്. അത് ഉണർത്തിച്ചില്ലെങ്കിൽ അടിയന്റെ ഭാഗത്തു നിന്നുള്ള പിഴവായിത്തീരും. അമ്പരന്നുപോയ രാജാവ് കൂടുതൽ വിശദമാക്കാൻ ആവശ്യപ്പെട്ടു. മന്ത്രി പറഞ്ഞു, മഹാനായ രാജാവേ, അങ്ങൊരു ശത്രുവിന് പാരിതോഷികങ്ങൾ നൽകി പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിരു കടന്ന സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. അടിയന് ആശങ്ക തോന്നുന്നു പ്രഭു. രാജാവ് വല്ലാതെ പരിഭ്രമിച്ചു. ആരെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ആരാണെൻ്റെ ശത്രു? പ്രഭു, ക്ഷമിക്കണം. റയാൻ എന്ന വൈദ്യന്റെ കാര്യമാണ് അടിയൻ സൂചിപ്പിച്ചത്. രാജാവിന് കോപം വന്നു. റയാൻ എൻ്റെ സ്നേഹിതനാണ്. ഈ ഭൂമിയിൽ മറ്റാർക്കും കഴിയാത്ത വിധം മരുന്ന് നിറച്ച പന്ത് കൊണ്ട് അയാൾ എൻ്റെ രോഗം മാറ്റി. ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇതുപോലൊരു വൈദ്യനുണ്ടോ? അയാളെക്കുറിച്ച് നുണ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇന്നു മുതൽ മാസം തോറും 1000 ദിനാർ വീതം അടുത്തൂൺ നൽകാൻ നാം കൽപ്പിക്കുന്നു. എൻ്റെ രാജ്യത്തിൻ്റെ പാതി അയാൾക്ക് കൊടുത്താൽ പോലും അധികമാവില്ല. തനിക്ക് അസൂയയാണ്, സംശയമില്ല. സിന്ധുബാദ് എന്നൊരു രാജാവിൻ്റെ കഥ കേട്ടിട്ടില്ലേ? ആ ഗതി എനിക്കും വരണമെന്നാണോ? ഇത്രയുമായപ്പോഴേക്കും നേരം പുലർന്നു. ഷഹറസാദ് കഥ പറച്ചിൽ നിർത്തി. ചേച്ചി കഥ പറയുമ്പോൾ കേട്ടിരിക്കാൻ എന്ത് രസം, ദുനിയാസാദ് പറഞ്ഞു. ഓ, ഇതിലെന്തിരിക്കുന്നു? നാളെ ഞാൻ ജീവനോടെ ഇരിക്കണമെന്ന് രാജാവ് തിരുമനസ്സുകൊണ്ട് തീരുമാനിക്കുന്നതെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ ഇതിലും മനോഹരമാണ്. അത് കേട്ട് ഷഹരിയാരുടെ ആത്മകഥം ഇങ്ങനെയായിരുന്നു. അല്ലാഹുവാണെ, ഈ കഥയുടെ ശേഷിച്ച ഭാഗം കൂടി കേട്ട് കഴിഞ്ഞിട്ട് ഇവളെ വധിക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പറ്റൂ. വെയിൽ മൂക്കുന്നതുവരെ ഇരുവരും ശയ്യാതലത്തിൽ മെയ്യോട് മെയ്യുരുമ്മിക്കിടന്നു. മന്ത്രശാലയിൽ ജനങ്ങൾ നിറഞ്ഞപ്പോൾ രാജാവ് അങ്ങോട്ട് പോയി. ചിലർക്ക് അധികാരങ്ങൾ പുതുതായി നൽകിയും ചിലരുടെ അധികാരങ്ങൾ തിരിച്ചെടുത്തും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചും നീതി നടത്തി. സന്ധ്യയ്ക്ക് പതിവ് പോലെ രാജാവ് മന്ത്രിപുത്രിയായുടെ സമീപത്തണഞ്ഞു. അന്നും രാത്രി ഷഹറസാദ് കഥ തുടർന്നു. യുനാൻ രാജാവ് മന്ത്രിയോട് ഇപ്രകാരം പറഞ്ഞു, അതിസമർത്ഥനായ വൈദ്യൻ്റെ പേരിൽ തനിക്കുള്ള അസൂയ കൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. വൈദ്യനെ ഞാൻ കൊന്നിട്ട് പിന്നീട് പശ്ചാത്തപിക്കണമെന്നായിരിക്കും തൻ്റെ ആഗ്രഹം. സിന്ധുബാദ് പ്രാപിഡിയനെ കൊന്നിട്ട് പശ്ചാത്തപിച്ചതുപോലെ. എന്താണ് ആ കഥ തിരുമനസേ? മന്ത്രി ചോദിച്ചു. ആ കഥ പറയാൻ ഞാൻ ഉടനെ വരാം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ. ഓക്കേ.